മുടി കൊഴിച്ചിലിനെ കുറിച്ച് ആൾക്കാർ എത്രത്തോളം കൂടുതൽ കോൺഷ്യസ് ആയി വരുന്നോ അതുപോലെ തന്നെ ഈ ഫീൽഡിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുകയും പുതിയ പുതിയ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വരികയും ചെയ്യുന്നുണ്ട്. 4 ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് ഇന്ന് പറയാം. ഫസ്റ്റ് വൺ, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി. പേഷ്യന്റിന്റെ സ്വന്തം ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഘടകങ്ങൾ സെൽസ് സെപ്പറേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് തിരിച്ച് തലയിലെ സ്കിന്നിലേക്ക് തന്നെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ്. അതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് GFC അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. ഇതിലും പേഷ്യന്റെ ബ്ലഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഗ്രോത്ത് ഫാക്ടേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു. പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് PRP ആണോ GFC ആണോ ബെറ്റർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക. എങ്ങനെയാണ് അത് മോഡ് ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ളതിനനുസരിച്ച്. പിന്നെയുള്ള ഒരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് എക്സോസോംസ്. സ്റ്റെം സെൽസ് നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന നാനോ പാർട്ടിക്കിൾസ് ആണ്. ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്. അത് സെൽസിനെ റീജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മോളിക്യൂൾസ് ആണ് ഇതും തലേന്റെ സ്കിന്നിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. അതിന്റെ കൂടെ മൈക്രോ നീഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കും ചിലപ്പോൾ യൂസ് ചെയ്യും. പിന്നെ വേറൊരു ട്രീറ്റ്മെന്റ് ആണ് LLLT, ലോ ലെവൽ ലേസർ തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ്. ഇതിൽ ലോ എനർജി ഉള്ള ലേസർ ലൈറ്റ് തലയിലെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. സ്കിൻ ഡിസീസസിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിയാനായിട്ട് സ്കിൻ സ്റ്റോറീസ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ ഫിമിൻ തൻവീർ, സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, ആർകെആർ ഹോസ്പിറ്റൽ, കോഴിക്കോട്.